എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു ക്രിക്കറ്റ് വാർത്താ വിശകലനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2025 ഏഷ്യാ കപ്പിൽ നിന്ന് ഇന്ത്യ പിന്മാറാനുള്ള സാധ്യതയെക്കുറിച്ചാണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളും ജമ്മു കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണവും ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളാണ്. 2025 ഏഷ്യാ കപ്പ് T20 ഫോർമാറ്റ് ഇന്ത്യയിൽ നടക്കാനിരുന്നെങ്കിലും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ഈ ടൂർണമെന്റ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്കോ ശ്രീലങ്കയിലേക്കോ മാറ്റാൻ തീരുമാനിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ കാരണം ഇരു രാജ്യങ്ങളും പരസ്പരം ഒത്തുചേരാതിരിക്കാൻ ധാരണയായതാണ് ഈ മാറ്റത്തിന് കാരണം. ഏപ്രിൽ 22 ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 25 ഇന്ത്യൻ തീർത്ഥാടകരും ഒരു നേപ്പാളി പൗരനും കൊല്ലപ്പെട്ടു. ഇതിന് മറുപടിയായി ഇന്ത്യയെ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച് പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ മിസൈൽ ആക്രമണം നടത്തി. ഈ സംഭവങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തെ കൂടുതൽ വഷളാക്കി ക്രിക്കറ്റ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം ദുഷ്കരമാക്കി. ഈ പശ്ചാത്തലത്തിൽ ഏഷ്യാ കപ്പ് 2025 നടത്തിപ്പ് തന്നെ ചോദ്യചിഹ്നമായിരിക്കുകയാണ്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഏഷ്യാ കപ്പ് നടക്കാനുള്ള സാധ്യത കുറഞ്ഞിരിക്കുന്നു. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ മൊഹ്സിൻ നഖ്വി ഇന്ത്യയിൽ ക്രിക്കറ്റ് കളിക്കില്ലെന്ന് പ്രഖ്യാപിച്ചതും സ്ഥിതി സങ്കീർണമാക്കി. ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് സർക്കാർ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ വ്യക്തമാക്കി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യയും ശ്രീലങ്കയും 2025 ഏഷ്യാ കപ്പ് ആതിഥേയർ ആണ്, എന്നാൽ പാകിസ്ഥാന്റെ പങ്കാളിത്തം സംശയത്തിലാണ്. ഏഷ്യാ കപ്പ് തന്നെ ഒടുവിൽ റദ്ദാകാനും സാധ്യതയുണ്ട്, ഗവാസ്കർ പറഞ്ഞു. ഈ സാഹചര്യം ഏഷ്യാ കപ്പിന്റെ ഭാവിയെ എങ്ങനെ ബാധിക്കും എന്ന് നോക്കിയാൽ, ഒന്നാമതായി ഇന്ത്യയും പാകിസ്ഥാനും ഒരേ മൈതാനത്ത് മത്സരിക്കുന്നത് ദുഷ്കരമാണ്. പഹൽഗാം ആക്രമണത്തിന്റെ വേദന ഇന്ത്യൻ ജനതയിലും ക്രിക്കറ്റ് താരങ്ങളിലും ഉള്ളപ്പോൾ പാകിസ്ഥാനുമായുള്ള മത്സരം വൈകാരികമായി സ്വീകാര്യമല്ലെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. രണ്ടാമതായി BCCIയുടെ സാമ്പത്തിക ശക്തി ഏഷ്യാ കപ്പിന്റെ വാണിജ്യ വിജയത്തിന് നിർണായകമാണ്. ഇന്ത്യ ഇല്ലാതെ ടൂർണമെന്റ് നടത്തുന്നത് സ്പോൺസർമാർക്കും മീഡിയ റൈറ്റ്സിനും വലിയ തിരിച്ചടിയാകും. മൂന്നാമതായി ഗവാസ്കർ സൂചിപ്പിച്ചതുപോലെ ACCയുടെ ഘടന തന്നെ മാറ്റപ്പെടുകയോ ബംഗ്ലാദേശ്, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, UAE തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പം ഒരു ചെറിയ ടൂർണമെന്റ് സംഘടിപ്പിക്കപ്പെടുകയോ ചെയ്യാം. ഇന്ത്യ 2026 T20 ലോകകപ്പിന് ശ്രീലങ്കയോടൊപ്പം ആതിഥേയത്വം വഹിക്കാനിരിക്കെ പാകിസ്ഥാനുമായുള്ള മത്സരങ്ങൾ നിഷ്പക്ഷ വേദികളിൽ നടത്താനുള്ള സാധ്യതയാണ് പരിഗണിക്കപ്പെടുന്നത്. എന്നാൽ IPL 2025 അനിശ്ചിതമായി നിർത്തിവെച്ച സാഹചര്യത്തിൽ ഏഷ്യാ കപ്പിന്റെ നടത്തിപ്പും വലിയ വെല്ലുവിളിയാണ്. ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ ഇത് വലിയ നിരാശ സൃഷ്ടിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളുടെ ആവേശം പ്രതീക്ഷിച്ചവർക്ക്. ഇന്ത്യ ഏഷ്യാ കപ്പിൽ നിന്ന് പിന്മാറുന്നത് ശരിയായ തീരുമാനമാണോ? പാകിസ്ഥാന്റെ പങ്കാളിത്തമില്ലാതെ ടൂർണമെന്റ് നടത്താൻ ACCക്ക് കഴിയുമോ? അതുപോലെ 2026 T20 ലോകകപ്പിന് മുമ്പ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ കാണാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? താഴെ കമന്റിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ആവേശകരമായ ക്രിക്കറ്റ് വിശേഷങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.